മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പിലെ ആൾക്കാർ 125 കിലോ കഞ്ചാവ് അല്ലെങ്കിൽ 10 ഗ്രാം MDMA ഇങ്ങനെ ഇതിലൊന്നും ഒരു മടിയില്ലാതെ മുസ്ലിം ലീഗ് കാലം ഇത്രയും തുടർന്നു വരുന്ന എല്ലാ സമീപനങ്ങൾക്കും ഘടകവിരുദ്ധമായി. എന്നാൽ ഇവരെ ആർക്കെതിരെയും ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കഴിഞ്ഞ 2021 മുതലൊരു സംഭവം ചന്ദ്രശേഖരന് അറിയാമെന്ന് എനിക്കറിയാം. MC കമറുദ്ദീൻ എന്ന് പറയുന്ന ഇവിടുത്തെ മുൻ MLA മുസ്ലിം ലീഗിന് ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഒരാൾ 742 ആൾക്കാരിൽ നിക്ഷേപം വാങ്ങിയിട്ട് അദ്ദേഹം വലിയ തോതിൽ ആളെ വഞ്ചിക്കുകയാണ്. ഇന്ന് അദ്ദേഹം 10-100 ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇന്നിപ്പം നമ്മുടെ മലപ്പുറത്ത് വരുന്ന വാർത്ത എന്താ, അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആൾക്കാരിൽ നിന്ന് 25 കോടി രൂപയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. അപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ ആദർശങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറിയിരിക്കുന്നു. അഴിമതിക്കാരുടെയും അതുപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയയുടെയും പിടിയിലാണെന്നുള്ള KT ജലീലിൻ്റെ ഭാഗത്ത് അടിവരയിടുന്നതാണ് സമീപകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി.